ഇത് ഞങ്ങളുടെ കിങ്ങിണി തന്ന പാലാ. ഇത് ഞങ്ങളുടെ കിങ്ങിണി തന്ന പാലാ. ആന്ന് അതെ. ആണ് കിങ്ങിണിക്കുട്ടി, സുന്ദരിക്കുട്ടി കിങ്ങിണിക്കുട്ടി. പ്രസവിക്കാതെയും കുത്തിവെക്കാതെയൊക്കെ പാല് ചുരുത്തുന്ന അത്ഭുത കുട്ടിയാണ് പുത്തൂർ തേവലപ്പുറം മോഹനച്ചൻ സാറിൻ്റെ വീട്ടിലുള്ള ഈ കിങ്ങിണിക്കുട്ടി. അവിടെ നിന്ന് അയാളും ഉണ്ട്, റോസിയും ഉണ്ട്, വേറൊരാളും ഉണ്ട്, ലാബും ഉണ്ട്. രാവിലത്തെ പാലാണ്. ഇത് നിത്യമായിട്ടുണ്ടായിരിക്കും. എന്നും പിഴിയും, എന്നും രാവിലെ വൈകിട്ടും പിഴിയും. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമേ അയാൾ ഉപയോഗിക്കാൻ. മോൻസാർ പറഞ്ഞു സ്കൂളിൻ്റെ അടുത്തുനിന്ന് മേടിച്ചോണ്ട് വന്നതാ. മേടിച്ചോണ്ട് വന്നതിന് ശേഷം ഇപ്പം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 6 മാസമായി. 6 മാസമായി കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളിവിടെ നിർത്തി തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ദിവസം അച്ഛൻ കറന്ന് നോക്കിയപ്പോൾ പാലുണ്ട്. അന്നേരം അച്ഛൻ അത് ടേസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ ഉപ്പ് രസം. അന്നേരം ഞാൻ പറഞ്ഞു അച്ഛാ ഇത് ഉപയോഗിക്കേണ്ട, പശു ലാഭമാർഗം കൊടുക്കാമെന്ന്. അങ്ങനെ കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പാല് പിന്നെ കറന്നെടുത്ത്. അന്നേരം പൊരികെ ചെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞ്. അന്നേരം ഇത് തന്നത് ഇരുമ്പനങ്ങാട്ടുന്നൊരു വീട്ടിൽ നിന്നാണ്. അന്നേരം അവിടെ ചെന്ന് ആ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ അയാൾ കൊട്ടാരക്കര ഒരു സർജൻ്റെ നമ്പർ തന്നു. അങ്ങനെ അച്ഛൻ വിളിച്ചവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ എടുത്ത് ഒറയൊഴിച്ചു. കുത്തിവെച്ചിട്ടില്ല ഇല്ല. ഇവിടെ കൊണ്ടുവരുമ്പോൾ പ്രസവിച്ച് 8 മാസമായപ്പോഴാണ് കൊണ്ടുവരുന്നത്. 8 മാസമായപ്പോൾ കൊണ്ടുവന്നതാ. ഒന്നുമല്ല അതൊന്നുമില്ല. ഹോർമോണുകളുടെ വ്യതിയാനമാണെന്ന് പറഞ്ഞു. കാരണം പിന്നെ ഇതിനെ കുത്തിവെപ്പിച്ചിട്ടുമില്ല. പൊടിക്കുട്ടിയാന്ന് നമുക്കറിയാം. നിന്നാൽ എപ്പോഴാണ് നല്ല അടുത്ത് കാണുന്നത്. അതിപ്പോൾ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പശു മച്ചിമടി ഇറങ്ങി അത് പാലായിട്ട് മാറി അത് പിന്നെ കറന്ന് മാറ്റുക. പിന്നീട് ഈ കിടാവ് എപ്പോഴെങ്കിലും പരിവാകുമ്പോൾ ബ്ലോക്കിൽ കൊണ്ടുപോയി കുത്തിവെപ്പിക്കുക. കറന്നിട്ട് ഇപ്പോൾ അതിന് വേണ്ടി ഇല്ല. കാരണം അവർ രാവിലെ പിഴിഞ്ഞല്ലേ. അപ്പോൾ അതിന് വേണ്ടി പാലാവാൻ അതാ ഞാൻ പുറവാക്ക് പോയി നോക്കി. പുറവാക്ക് മടി നല്ല തളപ്പുണ്ട്, പാല് കെട്ടിയിരിക്കാനുള്ളേ. കിങ്ങിണി മോളെ വാ 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 പാടി മോളെ വാ 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 വാ. ഇതുവാ ഇതുവടി മോളെ നിൽക്കടി. വാ 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 നീ വന്നിടി. വാ വേകള മോളാ. ഇല്ല മോളിങ്ങോട്ട് നിന്നേ. ഇങ്ങോട്ടേക്കിടി. വാ ഇങ്ങോട്ട് നിൽക്കടി. വാ ഇങ്ങോട്ട് നേരെ നിന്നേ. ഇതിപ്പം കൊണ്ടുവന്നിട്ട് ഇപ്പം 8 മാസമായി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ 2-2.5-3 മാസമായപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് പാലിൻ്റെ ഒരിത് കണ്ട് ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇത് ഭാഗ്യമാണ് എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് 2 പട്ടിക്കുട്ടികളുണ്ട്, അവർക്കാണ് കൊടുക്കുന്നത്. അന്നേരം അവർക്ക് കൊടുത്തപ്പം ഇങ്ങനെ മിൽമായിലും ഒക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉപയോഗിക്കാം സാറേ, അത് കളയണ്ട, ഇതൊരു ഭാഗ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര ഒരു സർജനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു സാറേ അത് ഇങ്ങനെ ഹോർമോണുകളുടെ വ്യതിയാനത്തിൽ വരുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പാല് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ഉറയൊഴിച്ചെടുത്തപ്പോൾ നമ്മൾ മോരെടുത്തപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഞങ്ങളങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചായയൊക്കെ ഇടും, കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ അളക്കാറില്ല. എന്നാലും 1 ലിറ്റർ ഇപ്പോൾ രാവിലെ കഴിഞ്ഞ് 1 ലിറ്റർ പാലോളം ഉണ്ട്. ഇപ്പം ഞാൻ കറന്നങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഉച്ചയ്ക്ക് 1/2 ലിറ്റർ മേളിൽ കിട്ടും. അത് റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്നാണ് ഡോക്ടർ പറയുന്നത്. നമുക്ക് വീട്ടിൽ പോകാം. അതാണ് 14 മാസം പ്രായമായ പാല് ചുരുത്തുന്ന അത്ഭുത പശു കിങ്ങിണിക്കുട്ടി. അതാ ഷൂട്ട് ചെയ്യുന്നേ.
ഇപ്പോൾ ഒന്നുമില്ല, ഒന്ന് കിട്ടും. ആ 18 മാസം കഴിഞ്ഞ് കുത്തിവെച്ചതിന് ശേഷം പിന്നെ അത് 10 മാസം 9 മാസം കഴിഞ്ഞതിന് ശേഷമേ പ്രസവിക്കാറുള്ളൂ. ചെലുത്തുന്നത് ഇപ്പോൾ 15 മാസം പൂർത്തിയായി. ഇപ്പം നമുക്ക് പാല് കിട്ടി. വന്നില്ല. ആ കുഴപ്പമൊന്നുമില്ല, തീറ്റയും കുടിയൊക്കെ നല്ല ഇതാ. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പം 6 മാസമായി. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പം മൊത്തം 15 മാസമായി. ആ പിന്നെ ഇങ്ങനെ നമ്മൾ പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പാലുണ്ടെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കതിനെപ്പറ്റി അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇപ്പം കറന്ന് നോക്കിയോണ്ടാണ് നമുക്ക് ആ ഇത് കിട്ടിയത്. സാറ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ആണാണ്. ആണാണ്. ഇവിടെ പൊരിക്കൽ ഒരു മൃഗ ഡോക്ടറോട് ചെന്ന് ചോദിച്ചപ്പോൾ സാർ അന്നേരം പറഞ്ഞു കുഴപ്പമില്ല സാറേ, ഇത് ഹോർമോണുകളാണ്, ഇപ്പോഴത്തെ തീറ്റയുടെയൊക്കെ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ ഉള്ളതെന്നാണ് പറഞ്ഞത്. അത് പിന്നെ ആ പട്ടിക്കുട്ടികളുണ്ടായതുകൊണ്ട് അവന്മാർക്ക് അങ്ങ് കൊടുക്കാമല്ലോ എന്നുള്ള ഇത് വെച്ച് ഞാൻ പിന്നെ അതൊക്കെ കറന്നങ്ങ് എടുക്കുമായിരുന്നു. ആ ഇണക്കത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. മുള തിക്കടി, വാ വാ വാ, നീ വന്നിടി, വാ വേകള മുള. ഇല്ല നീ വന്ന് ഇങ്ങോട്ട് പോയി, വാ ഡാ ഡാ വാകള.